1983 മുങ്ങൽ വിദഗ്ധർ അറബിക്കടലിനടിയിൽ അവിശ്വസനീയമായ ഒരു സംഭവം കാണുകയുണ്ടായി. ആഴക്കടലിൽ ഉപരിതലത്തിൽ നിന്ന് നിരവധി മൈലുകൾക്ക് താഴെ അവർ കണ്ടത് ഒരു വലിയ നഗരം തന്നെയായിരുന്നു. വലിയ മതിലുകൾ, റോഡുകൾ, ശില്പങ്ങൾ, കൊട്ടാരങ്ങൾ, എല്ലാം കൊണ്ടും ഇന്നത്തെ ആധുനിക നഗരങ്ങളെ പോലും വെല്ലുന്ന മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹര നഗരം. സമുദ്രത്തിനടിയിൽ ഇത്രയും ആഴത്തിൽ അത്തരമൊരു നഗരം കണ്ട മുങ്ങൽ വിദഗ്ധർ വരെ അത്ഭുതപ്പെട്ടു. അവിടെ നിന്നും അവർ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചതുവഴിയാണ് ഇവ മഹാഭാരതത്തിൽ പറയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരകാപുരിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കടലെടുത്തുവെന്ന് മഹാഭാരതത്തിൽ പറയപ്പെടുന്ന ദ്വാരക ഒരു കെട്ടുകഥയായാണ് അന്നുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഇന്നും നിഗൂഢമായി തുടരുന്ന, ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്ന ദ്വാരകാപുരിയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്തുള്ള ഒരു ചെറിയ നഗരമാണ് ഇന്ന് നമുക്കറിയാവുന്ന ദ്വാരക. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ ആയിരക്കണക്കിന് കൃഷ്ണഭക്തർ ദൂരദേശങ്ങളിൽ നിന്നുവരെ ദിവസേന വന്നുപോകുന്ന ഒരു പുണ്യസ്ഥലമാണിത്. ഭഗവത് പുരാണത്തിലെ 10-ാം അധ്യായം അനുസരിച്ച് കംസനെ വധിച്ചതിനു ശേഷം ശ്രീകൃഷ്ണൻ യാദവ വംശത്തോടൊപ്പം മധുരയിൽ താമസം തുടങ്ങി. എന്നാൽ കംസന്റെ മരണത്തിൽ കുപിതനായ അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ജരാസന്ധൻ മധുരയെ ആക്രമിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ജരാസന്ധൻ മധുരയെ ആക്രമിച്ചത് 17 തവണയായിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങളിൽ അസ്വസ്ഥനായ ശ്രീകൃഷ്ണൻ ഒടുവിൽ മധുര വിട്ട് മറ്റെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കടലിനു മുകളിൽ ഒരു വലിയ നഗരം പണിയാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. അതിനായി സമുദ്രദേവനോട് പ്രാർത്ഥിച്ച ശ്രീകൃഷ്ണൻ സമുദ്രമധ്യത്തിൽ 12 യോജന ഭൂമി നൽകി സമുദ്രദേവൻ അനുഗ്രഹിച്ചു. ആ സ്ഥലത്ത് ഭഗവാൻ വിശ്വകർമാവ് സൃഷ്ടിച്ച ദ്വാരക പ്രൗഢിയിൽ അമരാവതിക്ക് ഒട്ടും പിന്നിലല്ലായിരുന്നു. റോഡുകൾ, സ്വർണ്ണ കൊട്ടാരങ്ങൾ, വലിയ വാതിലുകൾ, പൂന്തോട്ടങ്ങൾ, കുളങ്ങൾ, എല്ലാം കൊണ്ടും ഇന്നത്തെ ആധുനിക നഗരങ്ങളെ പോലും വെല്ലാൻ പോന്ന തരത്തിലായിരുന്നു ദ്വാരകയുടെ നിർമ്മാണം. ശ്രീകൃഷ്ണൻ തന്റെ കുടുംബത്തെയും മുഴുവൻ യാദവ വംശത്തെയും മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം മധുരയിൽ പോയി ജരാസന്ധനോടും കാലയവനോടും യുദ്ധം ചെയ്ത് വിജയിച്ച ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചെത്തി കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ അവിടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് പാണ്ഡവരും കൗരവരും തമ്മിൽ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നത്. 18 ദിവസം നീണ്ട ആ ഘോര യുദ്ധത്തിനൊടുവിൽ പാണ്ഡവർ ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ മഹാഭാരത യുദ്ധം വിജയിച്ചു. യുദ്ധത്തിൽ തന്റെ 100 മക്കളെയും നഷ്ടപ്പെട്ട കൗരവരുടെ അമ്മ ഗാന്ധാരി യുദ്ധപരാജയത്തിന് ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തി. തന്റെ പുത്രന്മാരും രാജവംശവും എങ്ങനെ നശിച്ചുവോ അതുപോലെ 36 വർഷങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ വംശവും നശിക്കുമെന്ന് അവർ ശപിച്ചു. ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ശാപം സന്തോഷത്തോടെ സ്വീകരിച്ചു. 36 വർഷങ്ങൾ കടന്നുപോയി. ഗാന്ധാരിയുടെ ശാപം പൂർത്തിയാകാനുള്ള സമയം വന്നെത്തി. മദ്യത്തിന്റെ ലഹരിയിൽ മയങ്ങി യാദവ വംശം പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഈ പോരാട്ടം യാദവ വംശത്തിനുള്ളിൽ ഒരു യുദ്ധത്തിന് തന്നെ കാരണമായി. ശ്രീകൃഷ്ണന്റെ പുത്രന്മാർ വരെ പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഒന്നൊന്നായി ആ രാജവംശം മുഴുവനായി നശിച്ചു. ഇതിൽ അതീവ ദുഃഖിതനായ കൃഷ്ണൻ വിജനമായ സ്ഥലത്ത് ഒരു അരയാലിൻ ചുവട്ടിൽ യോഗസ്ഥനായി ഇരിക്കുന്നതിനിടെയാണ് മാനാണെന്ന് കരുതി ഒരു വേട്ടക്കാരൻ അമ്പെയ്യുന്നത്. ആ വിഷമുള്ള അസ്ത്രം പാദങ്ങളിൽ പതിച്ച ശ്രീകൃഷ്ണനും അതോടെ സ്വർഗം പോയി. ശ്രീകൃഷ്ണന്റെ വിയോഗത്തോടെ പൂർണ്ണമായും നശിച്ച ദ്വാരകയെ കടലിൽ രൂപപ്പെട്ട വലിയ തിരമാലകൾ കടലിലേക്ക് മുക്കിക്കളഞ്ഞുവെന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇന്ന് ദ്വാരകയെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്: ദ്വാരകയും ബെയ്റ്റ് ദ്വാരകയും. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ദ്വാരക. കടലിന് നടുവിലുള്ള ഒരു ദ്വീപാണ് ബെയ്റ്റ് ദ്വാരക. വർഷങ്ങളോളം ദ്വാരക വെറും കെട്ടുകഥയായി മാത്രം കണ്ട് അവഗണിക്കപ്പെട്ടിരുന്നു. ഈ മനോഹരമായ നഗരം യാഥാർത്ഥ്യമാണെന്നതിന് തെളിവുകളൊന്നും ഇല്ലാതിരുന്നത് തന്നെയായിരുന്നു അതിന് കാരണം. എന്നാൽ 1930 നടത്തിയ തിരച്ചിലിൽ ഇതിനെ സംബന്ധിക്കുന്ന നിരവധി അവശിഷ്ടങ്ങൾ ബെയ്റ്റ് ദ്വാരകയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ 1963 ഇവിടെ ആദ്യത്തെ പുരാവസ്തു ഖനനം നടത്തുകയും നിരവധി പുരാവസ്തുക്കളും പ്രതിമകളും കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷം 1983-90 കാലഘട്ടത്തിൽ അണ്ടർ വാട്ടർ ആർക്കിയോളജിസ്റ്റായ ഡോക്ടർ SR റാവുവും അദ്ദേഹത്തിന്റെ സംഘവും ഈ ദൌത്യം പൂർത്തിയാക്കാൻ മുന്നോട്ട് വന്നു. ദിവസങ്ങളോളം വെള്ളത്തിൽ തിരച്ചിൽ നടത്തിയ ആ സംഘമാണ് വെള്ളത്തിനടിയിലെ ഈ അത്ഭുതകരമായ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. നഗരമതിലുകളുടെ ശക്തമായ അടിത്തറയ്ക്കൊപ്പം നിരവധി കല്ലുകൾ, തൂണുകൾ, പ്രതിമകൾ, ജലസേചന സംവിധാനം, അങ്ങനെ പലതും അവർ അവിടെ നിന്ന് കണ്ടെത്തി. എന്നാൽ ഭൂനിരപ്പിൽ നിന്ന് വളരെ താഴെയായി കണ്ടെത്തിയ ഈ അവശിഷ്ടങ്ങൾ
ദ്വാരകയുടേതാണെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഇതിന്റെ പഴക്കം കണ്ടെത്തണം. അവിടെ നിന്ന് ശേഖരിച്ച കല്ലുകളുടെ കാർബൺ ഡേറ്റിംഗ് വഴി ഈ കല്ലുകൾക്ക് അക്കാലവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അപ്പോഴും അത് പുരാണങ്ങളിൽ പറയുന്ന ശ്രീകൃഷ്ണന്റെ ദ്വാരകയാണെന്ന് ഉറപ്പിക്കാൻ കാലപ്പഴക്കം മാത്രം പോരായിരുന്നു. അങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ കടലിനടിയിലെ ഈ നഗരത്തിന്റെ വിസ്തീർണം അളക്കാൻ തീരുമാനിക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പ്രദേശത്തിന്റെ അളവ് കൃത്യം 12 യോജന തന്നെയായിരുന്നു. ഭഗവത് പുരാണം അനുസരിച്ച് ദ്വാരകയുടെ നിർമ്മാണത്തിനായി സമുദ്രദേവൻ ശ്രീകൃഷ്ണന് നൽകിയ സ്ഥലത്തിന്റെ അളവായിരുന്നു 12 യോജന. ഇത് മാത്രമല്ല, വർഷങ്ങളോളം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ചരിത്രപരമായ തുറമുഖമായിരുന്നു ദ്വാരകയെന്ന് തെളിയിക്കുന്ന ധാരാളം നങ്കൂരങ്ങളും ഈ സ്ഥലത്ത് കണ്ടെത്തി. എന്നാൽ അന്ന് ആവശ്യമായ ഫണ്ടില്ലാത്തതിനാൽ ഖനനം അവിടെ നിലച്ചു. പിന്നീട് 2007 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് വീണ്ടും പുനരാരംഭിക്കുന്നത്. ഇന്നും ഈ ഖനനം തുടരുന്നു. പുരാണങ്ങളിലെ അമാനുഷികതകൾ മാറ്റിവെച്ച് ചിന്തിച്ചാൽ പോലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ദ്വാരകയെ ഇന്നും ഒരു നിഗൂഢ രഹസ്യമായി നിലനിർത്തുന്നു. ദ്വാരക നിർമ്മിച്ചത് കടലിന്റെ ഉപരിതലത്തിലായിരുന്നുവെന്നും പിന്നീട് സമുദ്രനിരപ്പ് വർദ്ധിച്ചതോടെ ഈ നഗരം കടലിൽ മുങ്ങിപ്പോയതാകാമെന്നും നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാകുന്നു. സമുദ്രനിരപ്പ് വർദ്ധിച്ച് ഒരു നഗരം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ നൂറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും. മഹാഭാരതത്തിലെ മഹാപ്രാസ്ഥാനിക പർവ്വപ്രകാരം അർജുനന്റെ കൺമുന്നിൽ വെച്ച് തിരമാലകൾ ഒരു നിമിഷം കൊണ്ട് ദ്വാരകയെ മുഴുവൻ മുക്കിക്കളഞ്ഞുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ പുരാണങ്ങളിൽ പറഞ്ഞത് യഥാർത്ഥത്തിലും സംഭവിച്ചിരിക്കാം, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മുടെ പൂർവികർ നേരത്തെ കണക്കുകൂട്ടിയിരിക്കാം. രണ്ടായാലും ഇന്നത്തെ മനുഷ്യന്റെ യുക്തി വെച്ച് ചിന്തിച്ചാൽ അത് അമാനുഷികമാണെന്ന് സമ്മതിക്കാതെ വഴിയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായം കമന്റിൽ പങ്കുവയ്ക്കും.